നല്ല സ്മെല്ലുണ്ടല്ലേ? റെക്കോർഡ് ചെയ്യണോണ്ടല്ലേ. വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. മട്ടൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. മട്ടൻ നന്നായിട്ട് കഴുകിയ മട്ടൻ എടുത്തിട്ട് ആവശ്യത്തിന് സോൾട്ടും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇവിടെ ഇടുന്ന ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതിന് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ജീരകപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ജിഞ്ചറും ഗാർലിക് പേസ്റ്റ്. അതിൽ ഞാൻ കുറച്ച് ഗാർലിക് പേസ്റ്റാണ് കൂടുതൽ ഇടുന്നത് ജിഞ്ചറിനേക്കാളും. അത് കഴിഞ്ഞിട്ട് ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട്, എന്നിട്ട് ഞാൻ ഗൂസ് ഫാറ്റാണ് ഇടുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്ത് വേണമെന്ന് വെച്ച് ഇട്ടോ. എനിക്ക് ആ ഗൂസ് ഫാറ്റിൻ്റെ ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്കതിലും ഗൂസ് ഫാറ്റാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറാണ് ഞാൻ മാറ്റി വെച്ചത്. അതേപോലെ നിങ്ങളും 2 മണിക്കൂർ വെക്കാൻ നോക്കുക. അപ്പം എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. ഓക്കെ, ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യണത് എങ്ങനെയെന്ന് കാണണ്ടേ. റൈസ് ഞാൻ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. വെള്ളം ചൂടായതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഏലക്ക, മല്ലി, ജീരകം, തക്കോലം, പട്ട, ക്ലോവ് ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഞാൻ അരിയുടെ വെള്ളത്തിലിടുന്നുണ്ട്. അത് ഗീയാണ് ചേർത്തത്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും ചേർത്തായിരുന്നു. ഞാൻ ഇവിടെ പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മന്തി മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ഒരു ആവശ്യമില്ലായിരുന്നു എന്നാലും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനത് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രീൻ ചില്ലി. പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ റൈസും ഇട്ട് റൈസ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. അപ്പം ഈ റൈസ് ഞാൻ പകുതി വേവിച്ചുള്ളൂ. കാര്യം ദം ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ പകുതി വേവിച്ചാട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ച നമ്മുടെ മട്ടൻ കുറച്ച് ഓയിലും ഒരു ബേ ലീവ്സ് ഞാൻ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിന് ശേഷം അടുത്ത പാത്രം എടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മല്ലി, ജീരകം, പട്ട, തക്കോലം, ക്ലോവ്, ഏലക്ക, പിന്നെ ബേ ലീവ്സും കൂടെ എല്ലാം കൂടി ഇട്ട് കുറച്ച് വറുത്തെടുത്ത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുക്കിംഗ് വിത്ത് ഹസ്ബൻഡാണല്ലോ. എവിടെ ഹസ്ബൻഡ് എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തത് കട്ടിങ്ങിലാട്ടോ. എല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്നത് ഹസ്ബൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വിത്ത് ഹസ്ബൻഡ് എന്ന് തന്നെ ഇട്ട് വെച്ചത്. ഓക്കെ, അപ്പം ഞാൻ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ട് തക്കാളി നന്നായിട്ട് വരണ്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ മസാലയൊക്കെ ഞാൻ ഇട്ടായിരുന്നു. എന്തൊക്കെ മസാല ഇട്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ട്, കാശ്മീരി മുളക് പൊടി ഇട്ട്, ഗരം മസാല ഇട്ടെടുത്ത് ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ എല്ലാ മസാലകളും ഇട്ടത്. അതിന് ശേഷം മസാല നന്നായിട്ട് നല്ല സ്മെല്ലെല്ലാം വന്ന് മസാലയിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മാറ്റി വെച്ച മട്ടനിലെ വെള്ളം മാത്രം ഇട്ടിട്ട് അത് തിളച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മട്ടൻ ഇട്ടെടുത്തത്. പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് എൻ്റെ സൗണ്ട് പോയി കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കണത്. അപ്പം ഓക്കെ, നമ്മളതെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ദം ചെയ്യണത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഓക്കെ, അപ്പോൾ ദം ചെയ്യണം എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അടുത്ത ഒരു പാത്രം എടുത്ത് 10 മിനിറ്റ്സാണ് ഞാൻ ദം ചെയ്തെടുത്തത്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം നമ്മൾ കുക്ക് ചെയ്ത മട്ടനാണ് ആദ്യം ഇട്ടത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് എസൻസ് ചേർത്തായിരുന്നു. പൈനാപ്പിൾ എസൻസാണ് ഇവിടെ ചേർക്കുന്നത്. പൈനാപ്പിൾ എസൻസ് ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് വറുത്ത് വെച്ച നട്ട്സ് ഇട്ട്, പിന്നെ കുറച്ച് ആ നെയ്യില്ല മട്ടനിലിട്ട നെയ്യ് ഞാൻ ആ റൈസിലേക്ക് കുറച്ചിടുന്നുണ്ട്. ഇത്രയും ഇട്ട് പിന്നെ സവാള വറുത്തെടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വറുത്തെടുത്തിട്ടില്ല. പക്ഷെ വറുത്തെടുത്തിട്ട് നിങ്ങൾ വറുത്തെടുത്ത് അതും കൂടി ഇടാൻ ശ്രമിക്കുക. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സെയിം ആയിട്ട് ഞാൻ ഇത് ലെയർ ഒന്നും കൂടി ചെയ്ത് അങ്ങനെ സെയിം ലെയർ ചെയ്തതിന് ശേഷം അത് ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി റെഡിയായി. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയണം കേട്ടോ. കഴിച്ചു നോക്കും, എന്നിട്ട് പറയാം അഭിപ്രായം. ഷെഫ് പറ. ഉണ്ടല്ലോ